സമയം 9 മണി. നേരത്തെ കയറി കിടക്കാമെന്ന് വിചാരിച്ചു. നല്ല കൊതുകുണ്ട്. ഫാൻ ഓണാക്കി ഫുൾ സ്പീഡ് ഇട്ടു. കയറി കിടന്നു. പതിവ് പോലെ തന്നെ കൊതുക് ചെവിക്കല്ലിൽ വന്ന് പാട്ട് പാടാൻ തുടങ്ങി. കുറേ എണ്ണത്തിനൊക്കെ ഞാൻ അടിച്ചു കൊല്ലാൻ നോക്കി. കൈ കൊട്ടുന്ന സൗണ്ട് കേൾക്കണതല്ലാതെ കൊതുകൊന്നും ചാവണില്ല. കുറേ നേരത്തെ പരിശ്രമത്തിന് ശേഷം ഒരു കൊതുവിനെ വാക്കിന് കിട്ടി. ചെവിക്കൽ ഉളക്കം ഒരെണ്ണം പറ്റിച്ചു കൊടുത്തു. ചെവരിലൊക്കെ ഓരോന്ന് കയറി പറ്റി പിടിച്ചിരിക്കുന്നു. വെളുക്കുന്നവരെ അടിച്ചു വന്നാലും തീരാത്ത കൊതുക് ഇതിനകത്തുണ്ട്. ഒരു കൊതുകും വെളിയിൽ പോയിരിക്കാൻ വേണ്ടി കഥം പിടിച്ചടിച്ച് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി. നേരെ കടയിലോട്ട്. ഭാഗ്യം കട അടച്ചില്ല. 10 രൂപയുടെ ഒരു കൊതുക് തിരി. കടയിൽ നിന്ന് ഒരു കടക്കിന്റെ തീപ്പെട്ടി മേടിച്ചു. അത് മേടിച്ചുകൊണ്ട് നേരെ വീട്ടിൽ വന്ന് കയറി. കൊതുകിന്റെ ഗാനമേള വീണ്ടും തുടങ്ങി. ഒറ്റയാണത്തിനെ പോലും ഞാൻ വെറുതെ വിടൂ. ഒരു കൊതുകരി എടുത്ത് കത്തിച്ചു. കൊതുകരി വർക്കാവുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി കത്തിച്ച കൊതുകരി ഇത്തിയിലിരുന്ന് തുടങ്ങിയ കൊതുകിനെ മൂട്ടി കൊണ്ട് വെച്ചു കൊടുത്തു. വർക്കാവുന്നുണ്ട്. ഒരെണ്ണം കൂടെ കത്തിച്ച് വെച്ചു കൊടുക്കാം. 2 മതി. ഇനി കത്തിച്ച കൊതുകിലൂടെ ഞാനും ചാവും. അതും കത്തിച്ച് ഒരിടത്ത് കുത്തി വെച്ചു. ഇനി കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. പതുക്കെ കൊതുകിന്റെ സൗണ്ട് കുറഞ്ഞു തുടങ്ങി. ഓരോന്നോരോന്നായി മറിഞ്ഞു വീണു തുടങ്ങി. ഞാൻ 1, 2 കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്തു. സമയം പോകാൻ വേണ്ടി ഒരു കൊതുകിനെ കയ്യിലെടുത്തിട്ട് എത്ര കൈയും കാലും ഉണ്ടെന്ന് എണ്ണി പോയി. കുറച്ച് നേരത്തെ കാത്തിരിപ്പിന് ശേഷം ഗാനമേള നടത്തിയ എല്ലാത്തിനും ഞാൻ പിടികൂടി. ഓരോന്നിനും പിറക്കി വരിവരിയെ വെച്ച് ഞാനൊരു ചെറിയ ട്രെയിൻ ഉണ്ടാക്കി. ഇവന്മാരെല്ലാം എന്നെ കടിച്ചിരുന്നെങ്കിൽ ഞാൻ ചത്തുപോയേനെ. ഇനി നീയൊക്കെ ഇവിടെ കിടന്നുറങ്ങും. ഞാനും പോയി കിടന്നുറങ്ങട്ടെ.